ഹായ് ഗൈസ്, നിങ്ങൾ ഒരു ഫോൺ വാങ്ങാൻ ഒരു ഷോപ്പിൽ കയറി പോകുന്നു. അവിടെ രണ്ട് ഫോണുകളുണ്ട്. സെയിം ക്യാമറ, സെയിം ഡിസ്പ്ലേ, സെയിം ഡിസൈൻ സെയിം ആയിരിക്കില്ല, പക്ഷേ സെയിം ക്യാമറ സെയിം ഡിസ്പ്ലേ. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ പ്രൈസിൽ. ഒരെണ്ണത്തിന് കുറച്ച് പൈസ കൂടുതൽ, ഒരെണ്ണത്തിന് കുറച്ച് പൈസ കുറവ്. പക്ഷേ ബാക്കിയെല്ലാം നോക്കുമ്പോൾ സ്പെക്സ് എല്ലാം സെയിം ആണ്. പക്ഷേ ഒരു ഒരു സാധനം മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു. അതെ, അതിൻ്റെ പ്രൊസസ്സർ. 2007 നിർമ്മിച്ച ഒരു കമ്പനിയാണ് സ്നാപ്ഡ്രാഗൺ. അതുപോലെ 1997 അങ്ങനെ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഈ മീഡിയ ടെക്. ഒരു ഫോണിൽ നോക്കുമ്പോൾ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ, അതായത് 2007 നിർമ്മിച്ച ഒരു പ്രൊസസ്സറാണ് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ. പക്ഷേ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഒന്ന് മീഡിയ ടെക് ഡയമൻസിറ്റി. അത് 2019 അവരുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊസസ്സർ വന്നത്. അതിൻ്റെ മുമ്പ് വരെ അവർക്ക് പ്രൊസസ്സറൊക്കെ ഉണ്ടായിരുന്നു. ടി വിക്കും അതിനൊക്കെ ആയിരുന്നു തോന്നുന്നു പ്രൊസസ്സർ കൊടുത്തത്. പക്ഷേ സ്നാപ്ഡ്രാഗൻ്റെ കൂടെ മുട്ടിക്കാൻ പറ്റുന്ന പ്രൊസസ്സർ ഉണ്ടാക്കിയത് 2019 അവരുടെ മീഡിയ ടെക് ഡയമൻസിറ്റിൻ്റെ കൂടെ ആയിരുന്നു അവർക്ക് ഏറ്റവും നല്ല പ്രൊസസ്സർ. അവർ ക്വാൽകോമിൻ്റെ കൂടെ എങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊസസ്സർ ഉണ്ടാക്കിയിരുന്നത് 2019. അപ്പോൾ ആ വാങ്ങാൻ പോയ ആൾ കൺഫ്യൂഷനായി. ഒരെണ്ണത്തിന് പൈസ കൂടുതൽ, ഒരെണ്ണത്തിന് പൈസ കുറവ്. എന്തായാലും അയാൾ പൈസ ലാഭിക്കാനാണല്ലോ നോക്കുക. അപ്പോഴാണ് കണ്ടത് അത് മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറാണ്. പക്ഷേ പൈസ കൂടുതലുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ ആണ്. അപ്പോൾ അയാൾക്ക് അറിയണം ഏതാണ് നല്ല പ്രൊസസ്സർ. സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ അവരുടെ 800 എന്ന് പറഞ്ഞ സീരീസ് തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും ഫേമസ് ആയ പ്രൊസസ്സറാണ് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ. അവരുടെ പെർഫോമൻസ് അത്ര അടിപൊളി പെർഫോമൻസും നമുക്ക് വേണ്ടത്ര പവറും തരുന്ന ഒരു പ്രൊസസ്സറായിരുന്നു സ്നാപ്ഡ്രാഗൺ. അപ്പോൾ അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മീഡിയ ടെക് ഡയമൻസിറ്റി കുറച്ച് അവരുടെ പൈസ കുറവാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ അഡ്വാൻറ്റേജ് അയാളുടെ മുമ്പിൽ. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ അവരുടെ 800 സീരീസ് ഇറക്കിയപ്പോൾ മുതൽ ഈ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സിനും പ്രിയപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് പ്രൊസസ്സറായി മാറി ഈ സ്നാപ്ഡ്രാഗൺ. കാരണം അതിലുള്ള GPU, അഡ്രീനോ എന്ന് പറഞ്ഞ GPU ഗെയിമിങ്ങിനൊക്കെ ഏറ്റവും അടിപൊളി. അതുപോലെ ഡെയിലി യൂസിനൊന്നും അധികം കുഴപ്പമില്ലാണ്ട് നല്ല പെർഫോമൻസ് തരുന്നതാണ് നമ്മുടെ സ്വന്തം ക്വാൽകോം സ്നാപ്ഡ്രാഗൺ. പക്ഷേ മീഡിയ ടെക് അതേ സമയത്ത് കുറേ കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നല്ല ഡീസൻറ്റ് പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസസ്സറാണ് മീഡിയ ടെക് ഡയമൻസിറ്റി. അവരുടെ പ്രൊസസ്സർ മാലി എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ ഉപയോഗിക്കുന്നത് അവരുടെ സ്വന്തം അഡ്രീനോ എന്ന് പറഞ്ഞ ഈ ക്വാൽകോം സ്നാപ്ഡ്രാഗൻ്റെ സ്വന്തം GPU ആണ്. അപ്പം അവരുടെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഈ അഡ്രീനോ GPU സ്നാപ്ഡ്രാഗൻ്റെ സ്വന്തം GPU ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് നമുക്ക് പെർഫോമൻസ് ഏറ്റവും പീക്കിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ മീഡിയ ടെക് അവരുടെ കൂടെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ബെസ്റ്റ് GPU എന്ന് പറയുന്നത് അഡ്രീനോ ആണ്. അതുകൊണ്ട് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ കൂടുതലും ലീഡ് ചെയ്യുന്നത്. എന്നാലും നമ്മുടെ മീഡിയ ടെക് ഡയമൻസിറ്റി അവരുടെ ചാലഞ്ച് ഇതുവരെ നിർത്തിയിട്ടില്ല. ഇന്നും നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ പുറകെ തന്നെ പിടിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോൾ മീഡിയ ടെക് ഡയമൻസിറ്റി 9400 സീരീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും നമ്മുടെ വിവോ X300 പ്രോയിലൊക്കെ ഉപയോഗിക്കുന്ന നല്ല കിഡ് ചിപ്പ് സെറ്റുകളാണ് ഇപ്പോഴും നമ്മുടെ മീഡിയ ടെക് ഉപയോഗിക്കുന്നത്. 1.5 ലക്ഷം, 1,40,000, 60,000, 50,000 ഒക്കെ കൊടുത്ത് നമ്മുടെ S26 അൾട്രയിൽ ഇപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 8 Elite Gen 5 വന്നപ്പോൾ നമ്മുടെ X300 പ്രോയിലൊക്കെ വെറും 1,10,000 രൂപയ്ക്ക് അവരുടെ മീഡിയ ടെക് ഡയമൻസിറ്റി 7400 ആണ് ഇരിക്കുന്നത്. പക്ഷേ പറഞ്ഞ പോലെ പ്രൈസിൽ ഇപ്പോഴും നല്ല ഡിഫറൻസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ തന്നെയാണ് പ്രൈസ് എപ്പോഴും കൂടുതലിരിക്കുന്നത്. പക്ഷേ നമ്മൾ സ്റ്റിൽ നമ്മുടെ X300 പ്രോയിൽ നല്ല ഗെയിം ഇപ്പോഴും കളിക്കാം. പക്ഷേ സ്നാപ്ഡ്രാഗൻ്റെ അത്രയും എത്തൂല. പക്ഷേ മീഡിയ ടെക്കിൻ്റെ അഡ്വാൻറ്റേജ് അവരുടെ ബഡ്ജറ്റാണ്. ഒരു സാധാ ഡെയിലി യൂസറിന് പറ്റിയൊരു പ്രൊസസ്സർ തന്നെയാണ് ഡയമൻസിറ്റി. അതിന്ന് അവരുടെ അച്ചീവ്മെൻറ്റ് മീഡിയ ടെക് അവർ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഒരു സാധാ യൂസറിന് വേണ്ട നല്ല പെർഫോമൻസ്, ഇപ്പോൾ ആപ്പ് ഓപ്പണിങ് ക്ലോസിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആനിമേഷൻ, ഗെയിം വരെ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മീഡിയ ടെക്കിൽ കളിക്കാൻ പറ്റും. പക്ഷേ ചെറിയൊരു അപ്പർ ഹാൻഡ് ഗെയിമിങ്ങിൽ എപ്പോഴും നമ്മുടെ സ്നാപ്ഡ്രാഗൺ ഇന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൊസസ്സറുകൾക്കൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് AI-ൻ്റെ ഒരു സെക്ഷൻ കൂടിയുണ്ട് അവരുടെ പ്രൊസസ്സറിൽ. ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് സ്നാപ്ഡ്രാഗൻ്റെയിലാണ്.
അങ്ങനെ ബെറ്റർ AI അല്ലെങ്കിൽ ഫോട്ടോ പ്രോസസ്സിംഗ് ഒക്കെ വരുന്നതും സ്നാപ്ഡ്രാഗൻ്റെ കൂടെയാണ്. പിന്നെ അടുത്ത കേസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് പ്രൈസ്. ഒരു യൂസർ ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നോക്കുക ഈ ഒരു ബഡ്ജറ്റാണ്, അതായത് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഏറ്റവും നല്ല ഫോണാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് തരുന്നത് നമ്മുടെ MediaTek Dimensity പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും എല്ലാവരും ചോദിക്കുമ്പോൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ തന്നെ ആയിരിക്കുന്നതാണ്. അത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. പക്ഷേ MediaTek മോശമെന്നല്ല, ഇപ്പം ഏറ്റവും അടിപൊളിയായിട്ടാണ് MediaTekഉം അവരുടെ കൂടെയുള്ള ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. നമ്മുടെ MediaTekഉം ഡയമൻസിറ്റിയും ഏകദേശം സെയിം ലെവലിൽ തന്നെയാണ് പോകുന്നത്. ഇനി ഒരു നോർമൽ യൂസറിന് ഈ സ്നാപ്ഡ്രാഗൺ ഏറ്റവും ബെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സ്നാപ്ഡ്രാഗൺ ഫോൺ എടുക്കുന്നില്ല. കുറച്ചും കൂടി ബഡ്ജറ്റ് കുറഞ്ഞിട്ട് നല്ല പെർഫോമൻസ് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി പ്രോസസ്സർ തന്നെയാണ് നമ്മുടെ MediaTek തരുന്നത്. അതുകൊണ്ട് സ്നാപ്ഡ്രാഗൺ തന്നെ എടുക്കണം എന്നൊന്നും ആരും പറയില്ല. കാരണം അവർക്ക് വേണ്ടത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ നല്ല പ്രോസസ്സറും നല്ല ബാറ്ററി, നല്ല ക്യാമറ കുറച്ചും കൂടി നല്ലത് സ്നാപ്ഡ്രാഗണിലാണെങ്കിലും നല്ല ക്യാമറയും, അത്യാവശ്യം നല്ല ക്യാമറയും നല്ല പെർഫോമൻസ്, ഡെയിലി യൂസിന് വേണ്ട നല്ല പെർഫോമൻസ് എന്തായാലും MediaTek തരും. അതുപോലെ ബാറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ ബാറ്ററി കൺസംഷനൊക്കെ നമ്മുടെ MediaTek തന്നെയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഒരു ഡെയിലി യൂസറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് MediaTek ഈസ് മോർ ദാൻ ഇനഫ്. പക്ഷേ നിങ്ങൾ ഒരു ഹാർഡ് കോർ ഗെയിമറാണ്, നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ബെറ്റർ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ ക്വാൽകോം എടുക്കാം. അതായത് മേജർലി ബെസ്റ്റ് ഗെയിമിങ് 120 FPS, 60 FPS, 90 FPS ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ തന്നെയായിരിക്കും നല്ലത്. പക്ഷേ പറഞ്ഞ പോലെ അതിന് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും.